അത് ഈ ഡോർ എന്തിനാ അടച്ചിട്ടിരിക്കുന്നത്? ഫ്രണ്ടിൽ സോഫയൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്ത്. ചില വാതിലുകൾ അങ്ങനെയാണ് സാർ. തുറന്നിട്ടാലും അതിലൂടെ കാറ്റോ വെളിച്ചോ ഒന്നും കയറില്ല. പോട്ടെ. കുഞ്ഞു പേടിക്കണ്ട. അത് ഈ ഫോണിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന മെസ്സേജ് കാണാതെ പഠിക്കുന്നതാണ്. തരത്തിനൊരു ചോദ്യം കിട്ടിയ ഇതുപോലൊക്കെ കാച്ചും. എന്നാലും അവള് പറഞ്ഞു പോയതിന്റെ അർത്ഥം എന്തുവാ? അർത്ഥമൊന്നുമില്ല, ഒന്നും മനസ്സ് വെച്ച് പറയുന്നതല്ല. ഒരു പാവം കെട്ടിയവൻ ടച്ച് പോയതാ. ചായ കഴിഞ്ഞായിരുന്നോ? ഇല്ല, തുടങ്ങിയുള്ളൂ. എന്നാ ഞാനേ വർമ്മ സാറിന് മരുന്നൊന്നും കൊണ്ട് കൊടുത്തേച്ച് വരട്ടെ. എന്താ മോനെ? അണ്ണാ എന്തായി? ഇന്നലെ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. വന്നപ്പോൾ ലേറ്റായി, ആകെ ടയർഡായിരുന്നു. ഇന്നാ വക്കീൽ വരുന്നുണ്ട്, കുരുവിള. അതല്ല, മറ്റേ ഡോൾബി എന്തായി? നിന്റെ ഗോദാവരി പോള്? ഗോദാവരി അല്ലടാ, കാളിന്തി. ആ അതന്നെ, അതെന്തായി? ഒന്നും നടക്കൂല. യൂഷ്വൽ നമ്പർ ഒന്നും വർക്കൗട്ട് ആവില്ലടാ. ഇവര് ഒരുപാട് പേരെ കാണുന്നതല്ലേ, എല്ലാം അറിയാം. നമ്മൾ ഐസെറ്റ് തുടങ്ങുമ്പോഴേക്കും ഇവിടെ ഗ്ലാസ് വലിച്ചളയും. കാണാൻ കണ്ട് മുത്ത കാണാൻ കൊള്ളാടാ. ഒരു ഫോട്ടോ കിട്ടേ? നേരിട്ടെടുക്കാനൊന്നും പറ്റൂല, കോൺട്രാക്ട്. ഞാന് ഒളിച്ചറിനെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു ലോങ് ഷോട്ട് മതി, ലോങ് ഷോട്ട് മതി. 12,000 സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടും ചേർന്ന് കിടക്കുന്ന 17 ഏക്കർ പുരയിടവും പിന്നെ പടിഞ്ഞാറ് മാറി പിന്നീട് വാങ്ങിയ ഒരു 3.5 ഏക്കർ പൈനാപ്പിൾ തോട്ടവും ടൗണിലുള്ള വർമാസ് എൻക്ലേവ് എന്ന 3 നില കെട്ടിടവുമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ. അതില് പൈനാപ്പിൾ തോട്ടത്തിന്റെ ആധാരം HDFC ബാങ്കിലും വർമാസ് എൻക്ലേവിന്റെ ആധാരം ആക്സിസ് ബാങ്കിലുമാണ് തൽക്കാലം വെച്ചിരിക്കുന്നത്. തൽക്കാലം വെച്ചിരിക്കുന്ന പൊടിയടിക്കാതിരിക്കാനാ? കൊളാട്രലായിട്ട് വെച്ചിരിക്കുന്നതാ. ഒന്ന് 90 ലക്ഷത്തിനും മറ്റേത് 40 ലക്ഷത്തിനും. പൈനാപ്പിളിനാ 90 ലക്ഷം. അതെന്നാ? അതെന്നാ BMW കാർ വാങ്ങാനായിട്ട് വെച്ചതാ അല്ലേ വർമ്മ സാർ? അതെ. ഈ ഇൻകം ഇല്ലാത്തതുകൊണ്ട് വെഹിക്കിൾ ലോണിന് ബാങ്കുകാർ ഓരോ നൂലാമാല പറഞ്ഞപ്പോ ഒരിടം പണയം വെച്ച് കാറ് വാങ്ങിച്ചു. മറ്റത് എടാ, അത് നമ്മുടെ ആ കാവൊന്ന് റിനോവേറ്റ് ചെയ്ത് അവിടെ ഒരു അമ്പലം ഇട്ടു. അമ്പലം ഇട്ടാ? ചുരുക്കി പറഞ്ഞ 1.5 കോടിയുടെ കടമുണ്ട്. അതാണ് എൻ്റെ പേരിൽ പെട്ടെന്ന് ഈ വിൽപ്പത്രം എഴുതാ. ഒരു എടാ, അത് റോഡിനോട് ചേർന്ന് കിടക്കുന്നതിൻ്റെ അകത്തൊരു 30 സെന്റ് വിറ്റാ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതെ, വർമ്മ സാർ ഒന്ന് മൂളിയാ മതി. വർമ്മ സാറ് മൂളണ്ട. വേണ്ട, ആ ബാങ്കുകാരോട് സംസാരിക്കും. ഒറ്റ ടൈം സെറ്റിൽമെന്റ്. ആയിക്കോട്ടെ. എന്നാ ശരി, ഞാൻ കുളിച്ച് വല്ലതും കഴിക്കട്ടെ. വക്കീൽ കഴിച്ചായിരുന്നോ? പിന്നെ ഞാൻ മോർണിംഗ് 6 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഭാഗ്യവാൻ. വക്കീലേ, എന്തോ ഒറ്റ ചെക്കിൽ 1.5 കോടി എഴുതാനുള്ള ആവതൊക്കെ ഉണ്ടല്ലേ ചെക്കന? അല്ല വർമ്മ സാറേ, എന്താ ശരിക്കും കളി? ഇന്നലെ പുത്തൻകോവിലിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കങ്ങ് തോന്നുവാ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ ഞാനല്ല വേറെ ആരോ ആണെന്ന്. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. ശരിക്കും ഞാനൊരു ഇംഗ്ലീഷ് പടത്തിലെ നടിയാണ്, ഇവിടുത്തെ വേലക്കാരിയായി അഭിനയിക്കാന്നൊക്കെ. ഈ വർമ്മ സാറ് ചുമര് മുഴുവൻ തൂക്കിയിട്ടിരിക്കുന്ന നടിയില്ലേ, അവര്. മെറിൽ സ്ട്രീപ്പ്. അങ്ങനെ ഏതാണ്ടോ. കുറുപ്പ് സാറിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുക നമ്മളൊക്കെ വേറെ കുറെ നമ്മളല്ലേ ജാനിന്ന്. പീലിച്ചേട്ടൻ അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് ഈയിടെ കക്കൂസ് ഇരിക്കുമ്പോൾ തോന്നാറുണ്ട് ഇത് വേറെ ഏതോ ഞാനാണെന്ന്. നൈസ് ലെഗ്സ്. അയ്യോ, അങ്ങനൊന്നുമില്ല കുഞ്ഞ്. അവള് പാവാ. കെട്ടിയനൊരിക്കല് ചെരവെടുത്ത് മണ്ടക്കടിച്ചു. അതിനുശേഷം ഇങ്ങനെ ഇടയ്ക്കില്ലേ കെട്ടാവും. എന്ത് എളുപ്പത്തിൽ പറഞ്ഞു തീർത്തെ. തലക്കടിച്ച കാര്യം കൊതുകിനെ കടിക്കും പോലെ. അയ്യോ കുഞ്ഞ, ഞാൻ ഒഴുക്കിനെങ്ങനെ. നീ വരും വഴിയിലേ മായുമീ മഞ്ഞലയിൽ നിന്റെ നിഴൽ മറയിൽ തേടുമേ. സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ലോ. എടാ, നമ്മള് ട്രെയിനില് ഒരു സ്ട്രേഞ്ചറിനോട് വർത്തമാനം പറഞ്ഞിരിക്കില്ലേ, അതുപോലെ വർത്തമാനം പറയാലോ. സി ദശമാവ ഫോർ ദ റെക്കോർഡ്, എനിക്കൊരു വിരോധമില്ല. എൻ്റെ ഒരു സിറ്റുവേഷൻ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സുപ്രഭാതം എണീറ്റ് നോക്കുമ്പോൾ
ഐ എം റിച്ച് ബൈ 90 crores. സോ ഐ ഷുഡ് ബി ഹാപ്പി ആൻഡ് ഐ ആം. ഞാനിത് ഇവിടുന്ന് ഫുള്ള് സെറ്റിൽ ചെയ്ത് പോകുന്നത് വരെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 2 അടിച്ചുകൊണ്ട് തുടങ്ങാം. പഴയ പോലെ വയ്യടാ. രാത്രി അടിച്ചാലേ രാവിലെ ഒരു തരം നെഞ്ചിരിച്ചിലും. വാട്ട് എ ഫോൾ ഓൾഡ് സോൾജിയർ. എന്നാ കള്ളു കുടിക്കാൻ കൂട്ടിരിക്കും. നിന്റെ കെട്ടിയോളടിക്കോ? ഭാര്യ അവള് ഹോട്ട് അടിക്കില്ല, വൈനടിക്കും. വർമ്മ സാറേ വരുന്നടാ. ഇവിടെ അടുത്തുള്ള ചിലര്. അടുത്തുള്ള ചിലര് പോരാ പോരാ പോരാ. വർമ്മ സാറേ, വെറും 3 ദിവസം കൊണ്ട് കായ്ക്കുന്ന ഒരു മാവുണ്ട്, കൊണ്ടു തട്ടെ. അതൊരു 2 ദിവസം ആക്കാൻ പറ്റുമോ? വാ. ഇതെന്താ പരിപാടി? അതാണ് പരദൂഷണത്തറ. നാട്ടിലെ ഫുൾ അലവലാതിത്തരങ്ങളും പൊന്നുതമ്പുരാനെ അറിയിക്കാമെന്ന പ്രജകളാണ്. അതാണ് പുളുവൻ ശശാങ്കൻ. നാക്കെടുത്താ കള്ളവേ പറയൂ. വർമ്മ സാറിന് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. ശേ, ദശമാമിക്കോ? ബോറടിച്ചിട്ടാ മക്കളെ, അല്ലാതെ എന്നാ ചെയ്യാനാ? ഈ മഞ്ഞൊരുകും വഴിയിൽ